എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആധാർ കാർഡ് ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. സംസ്ഥാന സർക്കാരിൻ്റെയും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയും ഒക്കെ തന്നെ വിവിധ സ്കോളർഷിപ്പ് ആനുകൂല്യ പദ്ധതിയിലേക്ക് പുതിയ ആധാർ കാർഡിനുള്ള അപേക്ഷയാണ് നിലവിലിപ്പോൾ സ്വീകരിക്കുന്നത്. അതുമാത്രമല്ല, ധനസഹായം അവരുടെ ആധാറുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും ഇനി എത്തിച്ചേരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു തുക നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ആധാർ കാർഡ് വിവരങ്ങൾ പുതുക്കാൻ വേണ്ടി എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. 5 വയസ്സ് എത്തുന്ന കുട്ടികളും അതോടൊപ്പം തന്നെ 15 വയസ്സാകുന്ന സമയത്തും നിർബന്ധിത ബയോമെട്രിക് അപ്ഡേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നിർബന്ധമായിട്ടും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. ബയോമെട്രിക് അപ്ഡേഷൻ നമ്മുടെ സംസ്ഥാനത്ത് ഉടനീളമുള്ള അക്ഷയ കേന്ദ്രങ്ങൾ ഇപ്പോൾ ചെയ്യുവാൻ സൗകര്യം ക്രമീകരിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, 5 വയസ്സിലോ 15-ാം വയസ്സിലോ ഒക്കെ ഇത് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ പോലും നമുക്ക് 2 വർഷത്തെ കൂടി ഇളവ് ലഭിക്കുന്നതാണ്. അതായത് 5-ാം വയസ്സിൽ ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ 7 വയസ്സിനുള്ളിൽ അത് പൂർത്തീകരിക്കാവുന്നതാണ്. ഇനി 15 വയസ്സിൽ ചെയ്യുവാൻ സാധിക്കാത്തവരെ സംബന്ധിച്ച് അവർക്ക് 17 വയസ്സിനുള്ളിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ്. ഏതായാലും നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഫോൺ നമ്പർ അപ്ഡേഷനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. ഫോൺ നമ്പരും മറ്റു കാര്യങ്ങളിൽ എന്തെങ്കിലും തിരുത്തൽ കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ അത് നിർബന്ധമായിട്ടും അപ്ഡേറ്റ് ചെയ്ത് നൽകുന്നതിന് വേണ്ടി ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ ഈ വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്തെത്തിക്കുവാനും ശ്രമിക്കുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.